ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നന്നായി പഴുത്ത 3 നേന്ത്രപ്പഴം വെച്ച് നമുക്കൊരു ഹൽവ ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. നന്നായിട്ട് പഴുത്ത 3 നേന്ത്രപ്പഴമാണ്. അത് നമുക്ക് മിക്സിയിലെ ജാറിലേക്കിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. പേസ്റ്റാക്കിയ നേന്ത്രപ്പഴം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഗ്യാസ് ഓണാക്കി ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. നമുക്ക് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനു മുമ്പൊന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ചാനലിലെ വീഡിയോസും ഷോർട്സും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. ഇപ്പോൾ ഹൈപ്പ് ഓപ്ഷൻ കൂടെ ഉണ്ട്. ഹൈപ്പ് കൂടെ ചെയ്ത് ചാനലിന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ നമുക്ക് യോജിപ്പിച്ച് കൈവിടാതെ യോജിപ്പിച്ച് എടുക്കാമേ. ഒന്ന് ഈ പരുവാവുന്ന സമയത്ത് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര, അതിലേക്ക് 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട ഇവിടെ ഇട്ട് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് എടുക്കാം കേട്ടോ. പഞ്ചസാരയും പഴത്തിൻ്റെ കൂട്ടും കൂടെ ആകുമ്പം അലിഞ്ഞ പരുവത്തിലാകും. ഇതിനെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. ഇടയ്ക്ക് നമുക്ക് ആവശ്യമെങ്കിൽ നെയ്യ് 1 ടീസ്പൂൺ വീതം ഒഴിച്ച് കൊടുക്കാമേ. കൈയെടുക്കാതെ ചെറു തീയിൽ നമുക്കിതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. മധുരം കഴിക്കാൻ തോന്നുന്ന സമയത്ത് പഴമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹൽവയാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത്. പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരും. അപ്പോൾ കൈയെടുക്കാതെ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് നട്ട്സ് വേണം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം, അതാണ് ഹൽവയുടെ പാകം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ ടീസ്പൂൺ വീതം നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഹൽവയെ ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഹൽവ സെറ്റായി വരുന്നുണ്ട്. നമുക്കിത് ഒരു പാനിലേക്ക് മാറ്റാം. ഞാനിതിലേക്ക് ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഡെക്കറേഷന്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ കൂട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് സ്പൂണിൻ്റെ അടിഭാഗം വെച്ച് ഒന്ന് നെയ്യിൽ തൊട്ട ശേഷം ഇതുപോലെ നമുക്ക് സെറ്റാക്കി നിരത്തി എടുക്കാമേ. അതിനുശേഷം നമുക്കത് തണുക്കാൻ വയ്ക്കാം. തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നേന്ത്രപ്പഴം വെച്ചുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.